വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെയായി PR ഏജൻസി വിവാദം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. PR വിവാദമാണ് കേരളത്തിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം. രാഷ്ട്രീയ നേതാക്കളും സർക്കാരും മന്ത്രിമാരും വകുപ്പുകളും PR ഏജൻസികളെ ചുമതലപ്പെടുത്തുന്നതൊന്നും ഇക്കാലത്ത് പുതുമയല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ പോലും PR ഏജൻസികളുടെ വാർ റൂമുകളിലാണ് ഒരുങ്ങുന്നത് എന്നതും പുതിയതല്ല. PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഇടപെടുന്നതാണ് ഇവിടുത്തെ വിഷയം. മുഖ്യമന്ത്രി പിണറായി ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം വിവാദമായതിനെ തുടർന്ന് ഇത് താൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കൈകഴുകി. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പത്രത്തിനും എഴുതി. ഒരു PR ഏജൻസി ആവശ്യപ്പെട്ടത് പ്രകാരം നടത്തിയ അഭിമുഖത്തിൽ അവർ പ്രസ്തുത ഭാഗം എഴുതി ചേർത്തതാണെന്ന് പറഞ്ഞതോടെ പ്രശ്നം കൂടുതൽ കുഴഞ്ഞു. ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറയുന്നത്. ഇത് PR ഏജൻസി വരുത്തിയ വെറുമൊരു പിഴവാണോ അതോ ആസൂത്രിതമായ പ്രചാരണത്തിന് തയ്യാറാക്കിയതാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ PR ഏജൻസികൾ ഉണ്ടോ എന്ന പഴയ ചോദ്യം വീണ്ടും ഉയരുകയും ചെയ്യുന്നു. എല്ലാവരും കണ്ടോടാ എന്റെ ശിക്ഷന്റെ പുതിയ ഐറ്റം. ഇതിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം. ആരോടാ പറയുന്നത്? ഹിന്ദു ന്യൂസ് പേപ്പറിനോട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഇന്റർവ്യൂവില് ഞാൻ പറയാത്തൊരു ഭാഗം അവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന നിലവന്നു. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണല്ലോ, മാധ്യമധർമ്മം കൃത്യമായി പാലിച്ചു പോകുന്ന ഒരു മാധ്യമവുമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം അവരുടെ വിശദീകരണം വന്നു കഴിഞ്ഞു എന്നാണ്. അഭിമുഖ വിവാദത്തിൽ മുഖ്യമന്ത്രിയെ വെട്ടിലാക്കി PR കമ്പനി. മലപ്പുറം പരാമർശം എഴുതി നൽകിയത് ഏജൻസിയെന്ന് ദ ഹിന്ദു ദിനപത്രം. എന്താണ് ഹിന്ദു ദിനപത്രത്തിന്റെ മറുപടി? അത് മുഖ്യമന്ത്രിയെ കൂടുതൽ വെട്ടിലാക്കിയാണ് മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന്റെ മറുപടി. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ഇൻ്റർവ്യൂ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കെയ്സൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി ഹിന്ദു ദിനപത്രത്തെ സമീപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ഇൻ്റർവ്യൂ നടത്താൻ ഒരു ദേശീയ ദിനപത്രത്തിന് എന്തിനാണ് ഒരു PR ഏജൻസിയുടെ ആവശ്യം? ഞങ്ങൾ കൺട്രോൾ റൂമിലുണ്ട്. റൈറ്റ് ഹിയർ ബിനീത്ത് ദ സ്റ്റേജ്. നമസ്കാരം. ഇറ്റ്സ് നമസ്കാരം ജതിൻ. നമസ്കാരം. ഇന്ന് ഉച്ചവരെ എവിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസും? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ഹിന്ദു ദിനപത്രത്തിൽ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ വായിച്ചില്ലേ? ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. അപ്പോൾ കേരളത്തിലായോ ഈ PR ഏജൻസി ഏറ്റവും അധികം സ്വാധീനമുള്ള ശക്തി? മുഖ്യമന്ത്രിയുടെ പേരിൽ അത് കൂടുതലാണ്. അങ്ങനത്തെ ഒരു PR ഏജൻസിയാണെന്നുണ്ടെങ്കിൽ അത് PR ഏജൻസിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. നടപടിയാണ് വേണ്ടത്. പിണറായി വിജയനെ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഒരു PR-ന്റെ പ്രചരണം ആവശ്യമാണെന്ന്? ഞാനിവിടെ ലാൻഡ് ചെയ്ത ദിവസം എന്നെ ആദ്യം മീറ്റ് ചെയ്തത് ഇവിടുത്തെ ഒരു ഫേമസ് ഇമേജ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ്. അവരെന്നെ മുണ്ടെടുക്കാൻ പഠിപ്പിക്കുന്നു, മലയാളം പറയാൻ പഠിപ്പിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് PR ഏജൻസികളെ ആശ്രയിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് P. കൃഷ്ണപിള്ളയോ അല്ലെങ്കിൽ കാറൽ മാർക്സോ എംഗൽസോ ജീവിച്ചിരുന്നെങ്കിൽ അവർ പിണറായിനെ എന്താ ചെയ്യുമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. സഖാവ് കൃഷ്ണപിള്ളയും അഴുക്കോടനും AKDയും EMS-ഉം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയേനെ. ആരൊക്കെയാണ് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത്? ഏതൊക്കെ ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇതൊക്കെ പുറത്തു വരട്ടെ. ഈ കാപട്യം മുഴുവൻ പുറത്തു വരട്ടെ. ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി ഏജൻസിയെ വെച്ചിട്ട് അവരെ കൊണ്ട് ഇന്റർവ്യൂ. നാണമുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്? ഇപ്പൊ സൂര്യനുമല്ല ചന്ദ്രനുമല്ല, വെറും കറുത്ത മേഘങ്ങളായിട്ട് മാറി. കറുത്ത മേഘങ്ങളെ കൂടെ മഴ പെയ്യുന്നുള്ള ഗുണമെങ്കിൽ ഇത് അതുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോവുക. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ആദ്യ പിണറായി സർക്കാരിനെതിരെ PR ഏജൻസികളുടെ സാന്നിധ്യം ഉന്നയിച്ചത്.
മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾക്ക് പിന്നിലും PR ഏജൻസിയാണെന്ന് അന്ന് മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. ആ പരിപാടി നമുക്കില്ലെന്ന് പിണറായിയും പറഞ്ഞു. എപ്പോഴും പ്രതിപക്ഷ നേതാവിന് പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹം സമയം കണ്ടെത്തിക്കൊണ്ട് എഴുതിത്തരാക്കിയ സ്ക്രിപ്റ്റാണ് വായിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് PR ഏജൻസി എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞതിന് കാര്യം അതാണ്. അത് ശരി, നിങ്ങൾ കുറച്ച് കാലമായല്ലോ ഇത് ഈ കയ്യിലും കുത്തി നടക്കുന്നത്. ഇപ്പം പുതുതായിട്ട് വന്നതല്ലോ, ഞാനും കുറച്ച് കാലമായി കയ്യിലും കുത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഇപ്പം ആദ്യമായിട്ട് കാണുകയല്ല, കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിന് മറ്റാരുടെയെങ്കിലും പെട്ടെന്ന് ഉപദേശം തേടി മറുപടി പറയാന്നുള്ള ശീലമാണ് എനിക്കുള്ളത് എന്ന് അത് സാമാന്യ ബുദ്ധിയുള്ളവരാരും പറയില്ല കേട്ടോ. ലക്ഷങ്ങളും കോടികളും മുടക്കിക്കൊണ്ടല്ലേ PR ഏജൻസികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ? എന്നാൽ ഞാൻ ആ PR ഏജൻസിനെ ബന്ധപ്പെട്ട് എൻ്റെ ചെവിടിൽ നിങ്ങളെ ചെവിട്ടിൽ ചിലപ്പോൾ വെക്കാറുണ്ട് സാധനങ്ങൾ. അങ്ങനെയൊന്നും എൻ്റെ ചെവിട്ടിൽ ഇപ്പോൾ ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെന്ന് ചിലപ്പോൾ നിർദ്ദേശങ്ങൾ വരാറുണ്ടാവുമല്ലോ. അങ്ങനെ നിർദ്ദേശം വരാനുള്ള ഒരു സാധനം എൻ്റെ കയ്യിലില്ലല്ലോ. ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുകയല്ലേ, നിങ്ങൾ ഫ്രീ ആയിട്ട് ചോദിക്കുകയല്ലേ. ഏതെങ്കിലും ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതിരിക്കുന്നുണ്ടോ? ഭരണപക്ഷത്ത് മാത്രമല്ല PR സാന്നിധ്യം. KPCC ഉന്നതാധികാര സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ ഖദർദാരികളോടൊപ്പം എക്സിക്യൂട്ടീവ് ലുക്കിൽ ഒരാളുണ്ടായിരുന്നു. പേര് സുനിൽ കനഗോലു. കോൺഗ്രസിൻ്റെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ. PR വിദഗ്ധനെ ആരെങ്കിലും പാർട്ടി യോഗത്തിൽ വിളിച്ചിരുത്തുമോ എന്ന് പിണറായി അന്ന് കോൺഗ്രസ്സുകാരോട് ചോദിച്ചിരുന്നു. ഇന്നിതാ PR വിദഗ്ധൻ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ വരെ എത്തുന്നു. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം എന്നുള്ളതുൾപ്പെടെ കനകോലുമാണ് തീരുമാനിക്കുന്ന അഭിപ്രായം കോൺഗ്രസിൽ വന്നത് വിവാദമായില്ലേ? നിങ്ങൾ എത്ര പേര് ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നിങ്ങളിൽ ആരെയെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിൽ വിളിച്ചു വരുത്തിയോ? എന്നിട്ട് ഉപദേശം തേടിയോ? എങ്ങനെയാണ് ഞങ്ങളുടെ പ്രചരണം വേണ്ടത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരാം. എന്നിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ നിങ്ങൾ മാത്രമല്ല, നിങ്ങളിൽ പ്രഗത്ഭരുണ്ട്. അതായത് കോൺഗ്രസ് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതെന്ന് പിണറായി വിജയൻ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ പാർട്ടി യോഗത്തിൽ ഞങ്ങൾ ആരെയൊക്കെ ക്ഷണിതാവായി വിളിക്കണമെന്ന് AKG സെൻറ്ററിൽ ചോദിച്ചിട്ടല്ല ഞങ്ങൾ വിളിക്കുന്നത്. 2, മൂന്നാമത്തെ കാര്യം, സുനിൽ കനഗോലു എന്ന് പറയുന്ന വ്യക്തി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ള ടാസ്ക് ഫോഴ്സിലെ അംഗമാണ്. എങ്ങോട്ട് നമ്മുടെ നാട് മാറുന്നു എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ മാറ്റമാണ് KPCC യോഗത്തിൽ രാജ്യത്തെ തന്നെ ഉന്നതനായ ഒരു ഏത് വിദഗ്ധൻ എന്നാണ് നിങ്ങൾ പറയുക? സോഷ്യൽ മീഡിയ വിദഗ്ധൻ, PR വിദഗ്ധൻ, PR വിദഗ്ധനെ പങ്കെടുപ്പിക്കുന്നത്. കഴിഞ്ഞ മഹാമാരിയുടെ കാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരം പത്രസമ്മേളനം നടത്തി കുരങ്ങിന് ഭക്ഷണം കൊടുക്കണം, നായക്ക് ഭക്ഷണം കൊടുക്കണമെന്നൊക്കെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിരുന്ന ആ സംഭവം മുഴുവൻ 1 മണിക്കൂറിൽ മുഴുവൻ എഴുതി കൊടുത്തിരുന്ന ഏത് ഏജൻസിയാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇദ്ദേഹത്തിന് ആവാം ഇതൊക്കെ അല്ലേ, ഇദ്ദേഹത്തിന് ഇതൊക്കെ ആവാം. ഒരു കള്ളവും മറച്ചു വയ്ക്കാൻ പറ്റില്ല, ഒരു നുണയും മറച്ചു വയ്ക്കാൻ പറ്റില്ല, എല്ലാം പുറത്തു വരും. ഞാൻ ഈ ചോദിച്ചതിന് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ, ഈ ഏജൻസിയായിട്ടുള്ള ബന്ധം എന്താണ്? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. അദ്ദേഹം ശൈലി മാറ്റം വരുത്തിയിരിക്കുന്നു. പഴയ കാർക്കശ്യമൊന്നുമില്ല. അസുഖകരവും സങ്കീർണവുമായ ചോദ്യങ്ങളെ നേരിടുന്നതിലും ഒഴിഞ്ഞു മാറുന്നതിലും അദ്ദേഹം അസാധാരണമായ മെയ്വഴക്കം സ്വായത്തമാക്കിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷമുള്ള തെറ്റുതിരുത്തലാണോ അതോ ഏതെങ്കിലും PR ഏജൻസിയുടെ ഉപദേശമാണോ എന്നറിയില്ല. ഈ പത്രക്കാരൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചാ എനിക്കൊന്നും അറിഞ്ഞൂടാ, പറഞ്ഞേക്കാം. അതല്ലാതെ എന്തെങ്കിലും ചോദിച്ചാൽ അല്ലേ? ഇങ്ങോട്ട് ഉദാഹരണത്തിന് ഒരു ചോദ്യം, ചന്ദ്രനിൽ ഉഷ്കാഭിഷ്കി എന്നൊരു വാതകമുണ്ടോ? അത് അറിയില്ലെങ്കിൽ ദേ ഇങ്ങോട്ട് നോക്കിയേ. പിന്നെ ദേവകുമാറും നമ്മളൊക്കെ ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അയാളെ നയിച്ചിട്ടുണ്ടാകുക അത് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. മറ്റു കാര്യങ്ങൾ അവർ തമ്മിൽ തീരുമാനിക്കണം, എനിക്കറിയില്ല. അങ്ങനെ അല്ലല്ലോ ഹിന്ദു പത്രം പറഞ്ഞത്. ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണക്കുറിപ്പ് ഹിന്ദു പത്രത്തിനെ സമീപിച്ചത് കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ ഓഫർ ചെയ്തത്. അവരുടെ 2 റെപ്രസെൻറ്റേറ്റീവ്സ്
ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ സമീപത്ത് ഉണ്ടായിരുന്നു. ഇനി കണ്ണട കൂരാനുള്ള സാഹചര്യമല്ല എങ്കിൽ മുമ്പിൽ ഒരു ഗ്ലാസ് വെള്ളം എപ്പോഴും കാണും. അതെടുത്ത് മടമടാന്നങ്ങ് കുടിച്ചേക്കാം. അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ്? ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകയുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അടുത്ത തമാശ, ഞാൻ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആരോ കയറി വന്നു. അതെന്തറിയോ? കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്ര ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്കറിയുന്നില്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായി അവരെഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ? ഇനിയും സങ്കീർണമായ ചോദ്യങ്ങളാണ് വരുന്നത് എങ്കിൽ പൊട്ടിച്ചിരിച്ചേക്കുക. ഇതുപോലെ സംഗതി വന്നില്ലല്ലോ മോനെ. ഈ രാഷ്ട്രീയക്കാരും ആത്മീയ ആചാര്യന്മാരും ഉത്തരം മുട്ടുമ്പോൾ ഇങ്ങനെയാ ചെയ്യുന്നത്. ഏതായാലും നിങ്ങള് ഞാൻ പറയാത്തതാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചതിന് നന്ദി. അത് ഇപ്പോഴെങ്കിലും പറഞ്ഞതിന് നന്ദി. മലയാളികളെ ഇങ്ങനെ വിഡ്ഢികളാക്കരുത്. വേറെ ആളെ നോക്കിയാൽ വിശ്വസിപ്പിക്കാൻ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരോട് അവസാനിപ്പിക്കുകയാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ചിരിമയമായിരുന്നു മുഖ്യമന്ത്രിയുടെ അവസാനത്തെ പത്രസമ്മേളനം. മൈക്ക് ചതിച്ചതിനെയും ചിരിയോടെയായിരുന്നു മുഖ്യമന്ത്രി നേരിട്ടത്. മൈക്കിന് തന്നോട് എന്തോ പ്രശ്നമുണ്ടെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കുകയും ചെയ്തു. ഞാൻ വന്നിരുന്നിട്ട് ഓഡിയോ നോക്കിയാൽ അങ്ങനെ ഇരിക്കും. അത് മൈക്കിൽ എന്നോട് എപ്പോ ഇങ്ങനെയാണ്. പല ചോദ്യങ്ങൾക്കും നീണ്ട ചിരിയായിരുന്നു മറുപടി. ഇതുവരെ മുഖ്യമന്ത്രി ഗൗരവക്കാരനാണ്, ചിരിക്കുന്നില്ല എന്നായിരുന്നല്ലോ പരാതി. ഇപ്പോൾ മതിയായല്ലോ, ചിരി മാത്രമേയുള്ളൂ, മറുപടിയില്ല. മാത്രമല്ല മറുപടി പറയാതിരിക്കാനുള്ള മറയായും ചിരി മാറി. വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി, വീണെടുത്ത് കിടന്ന് ഉരുളയാണ്. ഗീബൽസിനെ പോലെ നുണ പറയാ, ഗീബൽസിനെ പോലെ 1000 വട്ടം നുണ പറയാ. സത്യമായി മാറും എന്നുള്ള ധാരണയിലാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്? ചിരിച്ചോളൂ, വേഗം ചിരിച്ചോളൂ, ഉടനെ കരയാനുള്ളതാ. പത്രസമ്മേളനത്തിനിടയിൽ 4-5 പ്രാവശ്യം അഹഹ എന്ന് പറഞ്ഞാൽ മാറാം. 4-5 പ്രാവശ്യം പറഞ്ഞു സിഎമ്മിന് തമാശക്ക് ഇഷ്ടമാണ്. ഇതുവരെ കേരളം കണ്ട സിഎം ഇതുവരെ അമരേഷ് പുരിയായിരുന്നു. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കാണുമ്പോൾ ഏകദേശം നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ തമാശയൊക്കെ കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തെ ഒന്ന് വിശാലമായി ചിരിക്കുന്നത് കണ്ടല്ലോ കേരളീയ സമൂഹം, അതിൽ പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം. പക്ഷേ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും. ബഹുമാനോട് മുഖ്യമന്ത്രിക്കാരായോ എന്ന് തമാശയൊക്കെ പറയുന്നു, ചിരിക്കുന്നു. അപ്പോൾ ഒരു നല്ല കാര്യം, ഒരു നല്ല കാര്യം നടന്നു. ഞാനിങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മുമ്പ് പിണറായിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താ? ചിരിക്കുന്നില്ല. എന്തൊരു മനുഷ്യനാണ്, ചിരിയില്ല. ഇപ്പോഴേ ഇന്നലത്തെ വിമർശനം എന്താ? എന്തൊരു ചിരിയായി, ഇത് ചിരിയാണോ എന്നാണ്. എന്നിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനവും പരിഹാസവും. അഹഹ എന്നല്ല വേണ്ടത്, മറുപടി വേണം.
ചോദ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്.